ഇന്ന് മലയാള സിനിമയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കൊമേഴ്ഷ്യൽ സിനിമകൾ. എന്നാൽ ഹിറ്റാവുന്ന മലയാളത്തിലെ കൊമേഴ്ഷ്യൽ സിനിമകളെല്ലാം ഫോളോ ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. പഴയകാല സിനിമകളിലെ ചില സീനുകൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക. ഇതിന് വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ റിലീസായ ഗുരുവായൂർ അമ്പലനട, നന്ദനം, ഗോഡ് ഫാദർ അങ്ങനെ തുടങ്ങി ഒരു കൂട്ടം പഴയ മലയാള സിനിമകളുടെ സീനുകളുടെ ഒരു റെഫറൻസ് വെച്ചുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഗുരുവായൂർ അമ്പലനട. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി ഇറങ്ങിയ മലയാളത്തിലെ ഒട്ടുമിക്ക എന്റർടൈൻമെന്റ് സിനിമകളിലും ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓസ്ലർ, ബാന്ദ്ര, ടർബോ, മഞ്ഞുമൽ ബോയ്സ്, ആവേശം, പ്രേമലു അങ്ങനെ എല്ലാ സിനിമകളിലും പഴയകാല സിനിമകളിലെ സീനുകൾ അതേ നടന്മാരോ അല്ലാത്ത നടന്മാരോ എല്ലാവരും റീക്രിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ മലയാള സിനിമകൾ റീക്രിയേറ്റ് ചെയ്ത പഴയകാല സിനിമകളിലെ സീനുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. വീഡിയോയിലേക്ക് നടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സിനിമ ഫാക്ട്സ് മലയാളം, സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ആദ്യമായി ഓസ്ലർ. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ജയറാം നായകനായി ഈ വർഷം വന്ന ഒരു കിള്ളൻ ക്രൈം ത്രില്ലർ സിനിമയായിരുന്നു ഓസ്ലർ. കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം. ഈ ചിത്രത്തിന്റെ ഇൻട്രോ സീനിൽ തന്റെ വൈഫിനെയും മകളെയും ഇല്ലാതാക്കിയ ആർജുൻ അശോകന്റെ വില്ലൻ കഥാപാത്രത്തിന് ജയറാം ഫുഡ് കൊണ്ടു കൊടുക്കുന്ന സീനുണ്ട്. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങി കൊടുക്കുന്നത്? അതായത് ഹോട്ടലിൽ നിന്ന് മേടിച്ച ഫുഡ് തന്റെ വൈഫിനെയും കുട്ടികളെയും ഇല്ലാതാക്കിയ ഒരാൾക്ക് കൊണ്ടു കൊടുക്കുന്നു. കൊണ്ടുവന്നി ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ, എനിക്ക് പുറലോകമായ ആകെയുള്ള ബന്ധം. ഈ സീൻ ഇദ്ദേഹത്തിന്റെ തന്നെ 2000-ൽ ഇറങ്ങിയ നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എന്ന സിനിമയിൽ നിന്നും എടുത്താണ്. ഇത് ലഞ്ച് കുത്തിരിച്ചോറിന്റെയാ, അയല വറുത്തുകൊണ്ട് നല്ല മാമ്പഴപ്പുളിശ്ശേരി ഒഴിച്ചിട്ടുണ്ട്. നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എന്ന ചിത്രത്തിൽ ജയറാമിന്റെ അച്ഛനെ ഇല്ലാതാക്കിയ വില്ലനായ NF വർഗീസിന് ഇതുപോലെ ജയിലിൽ ഫുഡ് കൊണ്ടു കൊടുക്കുന്നുണ്ട്. മിണ്ടരുത്, ആ നാവ് ഞാൻ പിഴുതെടുക്കും. ഈ സീനിനെ അതേപോലെ എടുത്ത് ഓസ്ലറിലും പ്ലേസ് ചെയ്തതാണ്. നെക്സ്റ്റ് ഓൺ ബാന്ദ്ര. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ദിലീപ് അരുൺ ഗോപി കോംബോയിൽ വന്ന ഒരു മാസ് എന്റർടൈൻമെന്റ് സിനിമയായിരുന്നു ബാന്ദ്ര. ഈ സിനിമയിലെ ഒരു പ്രത്യേക സീനിൽ ഇങ്ങനെ ഒരു ഡയലോഗ് വരുന്നുണ്ട്. ഈ ഡയലോഗ് ശരിക്കും പറഞ്ഞാൽ 2004-ൽ ഇറങ്ങിയ ദിലീപിനെ തന്നെ റൺവേ എന്ന ചിത്രത്തിൽ നിന്നും വീണ്ടും റീക്രിയേറ്റ് ചെയ്തതാണ്. എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ കയറ്റി കളിച്ചത്. റൺവേ സിനിമയിലെ ഈ സീനിന് ആ കാലത്ത് ഉണ്ടാക്കിയ ഓളം അത്ര ചെറുതൊന്നുമായിരുന്നില്ല. അതേ ഓളം വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബാന്ദ്ര എന്ന സിനിമയിലും ഇതേ സീനിന്റെ ഒരു റെഫറൻസ് വെച്ചതാണ്. നെക്സ്റ്റ് ഓൺ ടർബോ. വൈശാഖ് സംവിധാനം ചെയ്ത് ഈ വർഷം ഇറങ്ങിയ മമ്മൂക്ക ചിത്രമായിരുന്നു ടർബോ. ഈ ചിത്രത്തിൽ മമ്മൂക്കയ്ക്ക് ടൈറ്റിൽ കാർഡ് ഇല്ലായിരുന്നു. അതിനു പകരം ഒരു വലിയ റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. മെഗാ ഷോ എന്ന പേരിൽ മമ്മൂക്കയ്ക്ക് ഒരു പ്രത്യേക ഇൻട്രോ. ഈ ഇൻട്രോ സീനൊക്കെ ശേഷം ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. ഈ ഒരു ഫൈറ്റ് സീനിൽ മമ്മൂക്ക അങ്ങോട്ട് ചെന്ന് അടി മേടിക്കുന്ന സീനുണ്ട്. ഈ സീൻ 2005-ലെ രാജമാണിക്യം എന്ന സിനിമയിലെ ഒരു കോമഡി സീനിന്റെ റീക്രിയേഷൻ ആയിരുന്നു. രാജമാണിക്യം എന്ന സിനിമയിൽ വന്ന അതേപോലെ ഒരു സീൻ തന്നെയായിരുന്നു ടർബോ എന്ന സിനിമയിലും വന്നത്. നെക്സ്റ്റ് ഓൺ മഞ്ഞുമൽ ബോയ്സ്. ഈ വർഷം ഇറങ്ങി ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം തന്നെ ഗുണ എന്ന തമിഴ് സിനിമയിൽ നിന്നും ചെറിയ രീതിയിലുള്ള റെഫറൻസ് ഒക്കെ വെച്ച് ചെയ്തൊരു സിനിമയായിരിക്കും. എന്നാൽ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ കുഴിയിൽ വീഴുന്ന സുഹൃത്തിനെ രക്ഷിച്ചതിന് ശേഷം ഒരു BGM അവിടെ വരുന്നുണ്ട്. അതായത് 1990-ൽ ഇറങ്ങിയ ഗുണ എന്ന ചിത്രത്തിൽ കാണിക്കുന്ന അതേ ഷോട്ടുകൾ തന്നെയായിരുന്നു ഈ സീനിൽ കാണിച്ചത്. ഗുണ എന്ന സിനിമയിൽ അഭിരാമിയെ താലാട്ടും സാമിയെ എന്ന പോർഷനിൽ കാണിക്കുന്ന അതേ ഷോട്ടിൽ കാണിക്കുന്ന അതേ സീൻ തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സിലും കാണിക്കുന്നത്. ഇതിന് ശേഷമുള്ള സീനിലും കാണിക്കുന്നത് സെയിം സംഭവം തന്നെയായിരുന്നു. നെക്സ്റ്റ് ഓൺ മലയാളി ഫ്രം ഇന്ത്യ. ഡിജോ ജോസ്, നിവിൻ പോളി കൂട്ടുകളിൽ വന്ന ഈ വർഷത്തെ ഒരു എന്റർടൈനർ സിനിമയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ. ഈ സിനിമയിലെ ഒരു പാട്ടിൽ മാത്രം 3 സിനിമകളെ നിവിൻ പോളി റെഫറൻസ് വരുന്നുണ്ട്. തട്ടത്തിൻ മറയത്ത് എന്ന സിനിമ ആ കാലത്ത് ട്രെൻഡാക്കി ഒന്നായിരുന്നു നിവിന്റെ ആ മുടി വെച്ചുള്ള സ്റ്റൈല്. ഈ സീൻ അതേപോലെ തന്നെ ഒരു സോങ്ങിൽ വരുന്നുണ്ട്. ഇതുകൂടാതെ ഗേറ്റ് തള്ളി തുറക്കുന്ന പ്രേമ സിനിമയിലെ നിവിൻ പോളിയുടെ സീനൊക്കെ ആരാണ് മറക്കാൻ സാധ്യതയുള്ളത്? ആ സീൻ അതേപോലെ തന്നെ ഈ സിനിമയിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ തിളക്കം എന്ന സിനിമയിൽ ദിലീപും സലികുമാറും ചേർന്ന് നടത്തിയ ആ ഒരു കോമഡി സീനും ഈ സിനിമയിൽ വളരെ മികച്ച രീതിയിൽ തന്നെ റെഫറൻസ് ആയി കൊണ്ടുവരുന്നുണ്ട്.
നെക്സ്റ്റ് വൺ പവി കെയർ ടേക്കർ. ഈ വർഷം ഇറങ്ങിയ ദിലീപിന്റെ കോമഡി എന്റർടൈൻമെന്റ് സിനിമയായിരുന്നു പവി കെയർ ടേക്കർ. ഈ ചിത്രത്തിൽ ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന കോമഡി സീൻ കാണിക്കുന്നുണ്ട്. അതായത് ഒരു ജീവിയുമായുള്ള ചേർന്നുള്ള ഒരു ഫൈറ്റ് സീൻ പോലെ. ഈ സീനിൽ കാണിക്കുന്ന കോമഡി സീനുകൾ പക്ക 2001 ഇറങ്ങിയ പറക്കും തളികയിൽ നടന്ന അതേ സ്ലാപ്സ്റ്റിക് കോമഡിയുടെ റീക്രിയേഷൻ പോലെ തോന്നും. അതായത് ആ സീനിൽ എന്നാൽ ദിലീപിനൊപ്പം ഹരീഷ് ശേഷവൻ ഉണ്ടായിരുന്നു. ഈ സീനിൽ ദിലീപിന്റെ കൂടെ ഹരീഷ് ശേഷവൻ വരെ മറ്റൊരു ജീവിയാണെന്ന് മാത്രം. ഒരു റൂം അലങ്കോലമാക്കുന്ന അതേ കോമഡി തന്നെയായിരുന്നു 2001 ഇറങ്ങിയ പറക്കും തളികയിൽ നിന്നും ഇവിടേക്ക് വീണ്ടും പ്ലേസ് ചെയ്തത്. നെക്സ്റ്റ് വൺ ആവേശം. ഈ വർഷം ഇറങ്ങിയ ഒരു കിടിലൻ എന്റർടൈനർ സിനിമയായിരുന്നു ആവേശം. ഈ സിനിമയിൽ ഒരുപാട് കോമഡി സീനുകൾ വരുന്നുണ്ട്. എന്തായാലും ഈ സിനിമയിൽ നിന്നും ഡിലീറ്റ് ആയി പോയൊരു സീൻ വളരെ വൈറലായിരുന്നു. ആ വൈറലായ സീനിൽ ഫഹദ് ഫാസിൽ ഇങ്ങനെ പാടുന്നുണ്ട്. ഈ പാട്ട് അദ്ദേഹം തന്നെ നായകനായി ആദ്യം റിലീസായ 2002 കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിലെ ഒരു ഗാനമായിരുന്നു. ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞു. ആ കാലത്ത് വളരെ വലിയ ഹിറ്റായിരുന്ന ഈ ഗാനത്തിന്റെ റെഫറൻസ് ആയിരുന്നു ഇവിടെ വളരെ മികച്ച രീതിയിൽ പ്ലേസ് ചെയ്തു വെച്ചത്. നെക്സ്റ്റ് വൺ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ മധുപകരു നീ എന്ന സോങ്ങിലെ പ്രണവ് മോഹൻലാലിന്റെ ലുക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ലുക്ക് 1990 ഇറങ്ങിയ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന മോഹൻലാൽ ചിത്രത്തിലെ അതേ ലുക്കായിരുന്നു. അച്ഛനും മകനും ഒരേ ലുക്ക് കൊടുത്തു എന്നുള്ളൊരു ചെറിയൊരു പ്രത്യേകത കൂടി വെക്കാനായിരിക്കാം ഒരുപക്ഷെ ഈ ലുക്ക് അവിടെ കൊടുത്തത്. മനസ്സിലെ മോഹം. ഈ ചിത്രത്തിൽ തന്നെ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഒരു പ്രത്യേക ഫോട്ടോ കാണിക്കുന്നുണ്ട് വിനീത് ശ്രീനിവാസന്റെയും പ്രണവ് മോഹൻലാലിന്റെയും. ഈ ഫോട്ടോ ശരിക്കും മോഹൻലാലിന്റെയും ശ്രീനിവാസന്റെയും നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ ഫോട്ടോയിൽ നിന്നും ഇൻസ്പയർ ചെയ്തതുപോലെ എടുത്ത ഒരു ഷോട്ടായിരുന്നു. ഇത് കൂടാതെ ഈ സിനിമയിൽ നാടോടിക്കാറ്റിൽ ഒരു റെഫറൻസ് വരുന്നുണ്ട്. അല്പം വെള്ളം ചേർക്കാമല്ലേ എന്ന് പ്രണവ് മോഹൻലാൽ പറയുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കാമെന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസനെ കുറച്ച് വെള്ളം ചേർക്കാം. ഇതിലൂടെ മോഹൻലാലും ശ്രീനിവാസനുമായി വീണ്ടും പുനരാവിഷ്കരിക്കുകയാണ് ചെയ്തത്. കാലം തെറ്റി ഇറങ്ങി നമ്മൾ വണ്ടർ അടുപ്പിച്ച ചിത്രമായിരുന്നു ദേവദൂതൻ. ഇപ്പോൾ ദേവദൂതന്റെ 4K റീ റിലീസ് വരികയാണ്. ദേവദൂതൻ സിനിമയ്ക്ക് വേണ്ടി ആദ്യം ഉണ്ടാക്കിയെടുത്ത കഥയിൽ മാധവനായിരുന്നു നായകൻ എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഇതുപോലെ ദേവദൂതൻ എന്ന സിനിമയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ സി വി മലയിൽ ഉണ്ടാക്കിയ കഥ ഇതുവരെ അദ്ദേഹം പബ്ലിഷ് ആക്കിയിട്ടില്ല. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ സിനിമയായിരുന്നു ദേവദൂതൻ. അങ്ങനെയുള്ള ദേവദൂതനെ കുറിച്ചുള്ള ഒരുപാട് അറിയാ കഥകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരൊന്ന് കാണാൻ ശ്രമിക്കണേ. നെക്സ്റ്റ് വൺ പ്രേമലു. ഈ വർഷം ഇറങ്ങിയ ഗിരീഷേരി നസ്രൻ കോമയിൽ വന്ന ചിത്രമായിരുന്നു പ്രേമലു. ഈ ചിത്രത്തിൽ ഒരുപാട് കോമഡി സീനുകൾ വരുന്നുണ്ട്. അവയിലൊന്നായിരുന്നു ബീന ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു പക്ഷെ പ്രേമിക്കാൻ മാത്രം പഠിച്ചില്ല എന്ന് പറയുന്ന ഈ സീൻ. ബീന ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാൻ ഒഴിച്ചു. ഈ സീൻ 1990 ഇറങ്ങിയ ദിലീപ് സിനിമയായ പഞ്ചാബി ഹൗസിൽ നിന്നും എടുത്താണ്. അതായത് ആ സിനിമയിലെ ആ കോമഡി സീൻ അതുപോലെ ഒരു റെഫറൻസ് ആയി ഇവിടെ വെക്കുന്നു. കൈമൾ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു, കക്ക മാത്രം പഠിച്ചില്ല. ഇതുകൂടാതെ ഈ സിനിമയിൽ 2009 ഇറങ്ങിയ ചട്ടമ്നാട് സീൻ വരുന്നുണ്ട്. അമൽ ഡേവിസ് സച്ചിനോട് പറയുന്നുണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ. ഈ സീൻ 2009 ചട്ടമ്നാടിലെ സുരാജ് മമ്മൂട്ടിയോട് പറയുന്ന സീനാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. ഇത് കൂടാതെ കല്യാൺ രാമനിൽ വരുന്ന ഒരു കോമഡി സീനും അതേപോലെ തന്നെ ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നടക്കപ്പോറത് യുദ്ധം. അതവന്റെ ഒടുക്കത്തെ കലക്ക, ഇനി ഞാൻ കലക്കും. ഇപ്പോഴുള്ള മലയാള സിനിമകളിൽ പഴയകാല സിനിമകളുടെ റെഫറൻസ് വന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത്. ഇതുപോലെ റെഫറൻസ് വന്ന സിനിമകൾ ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി ഒന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കത്തില്ല. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ.